മധുരയും കാരിക്കുടിയൊക്കെ കറങ്ങി നമ്മളിപ്പോ തഞ്ചാവൂർ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ ഇറങ്ങിയത് വലിയ തിരക്കൊന്നുമില്ലാതെ ആ ക്ഷേത്രം മൊത്തത്തിലൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചരിത്രം കേട്ടാലോ? തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ബൃഹദേശ്വര ക്ഷേത്രം. ഈ ബൃഹദേശ്വര ക്ഷേത്രം തഞ്ചൈ പെരിയകോവിൽ എന്നോട് അറിയപ്പെടുന്നുണ്ട്. 955 കാലഘട്ടത്തിലെ രാജാവായിരുന്ന രാജരാജ ചോളന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ഈ ക്ഷേത്രത്തിന്റെ നിഴല് താഴേക്ക് പതിക്കില്ല. ബൃഹദേശ്വര ക്ഷേത്രത്തെ ചുറ്റിക്കാണുന്ന കോട്ടയാണ് ശിവലിംഗ കോട്ട. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച നന്ദിയും ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയും ഈ ഒരു അമ്പലത്തിലാണുള്ളത്. ഹലോ, വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ തഞ്ചാവൂരാണുള്ളത്. തഞ്ചാവൂർ പെരിയ കോവിൽ ബൃഹദേശ്വര ടെമ്പിളിലാണുള്ളത്. പണ്ട് ചോള രാജാക്കന്മാരുടെ കാലത്ത് രാജരാജ ചോളൻ്റെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പെരിയ കോവിൽ, തഞ്ചാവൂർ പെരിയ കോവിൽ എന്ന് പറയുന്നത്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ? ആയിരത്തി 1987 ബൃഹദീശ്വര ക്ഷേത്രം യുനെസ്കോ ലോക പൈതൃകമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. കുറെ മുൻപ് വലിയ പദവിയിലിരിക്കുന്നവരും പ്രണയിക്കുന്നവരൊന്നും ഈ ഒരു ക്ഷേത്രത്തിൽ പോവരുത് എന്നൊക്കെ വീഡിയോസ് കണ്ടിരുന്നു. അതിന്റെ കാരണം എന്താന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾ ഇന്നലെ ഏകദേശം ഒരു രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് തഞ്ചാവൂർ എത്തി. തഞ്ചാവൂർ ഒരു ഹോട്ടലിലാണ് സ്റ്റേ എടുത്തത്. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് 7 മണിയാകുമ്പോഴേക്ക് തഞ്ചാവൂർ ഈ ടെമ്പിളിലെത്തി. ബിഗ് ടെമ്പിൾ എന്നാണ് എൻ്റെ പേര്. ബിഗ് ടെമ്പിൾ എന്നാണ് വഴിയിലൊക്കെ ബോർഡ് കാണുന്നത്. അപ്പോൾ മധുരയിൽ എടുക്കാൻ വെച്ച സാരിയാണ്. ഇവിടെ എല്ലാവരും വന്ന് സാരി എടുത്തിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചുരിദാറാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷേ സാഹചര്യം കാരണം മധുരയിലെത്തിയപ്പോൾ ഉച്ചയായി. അപ്പോൾ പിന്നെ സാരി എടുക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി. ചോളമഹത്വത്തെ മറയ്ക്കാൻ മറാഠ സാമ്രാജ്യകാലത്താണ് ക്ഷേത്രത്തിന് ബൃഹദീശ്വര ക്ഷേത്രം എന്ന പേര് വന്നത്. ഒരുപാട് കാലങ്ങൾക്കിപ്പുറം വീണ്ടും പെരിയ കോവിലെന്നും രാജരാജേശ്വര ക്ഷേത്രമെന്നും ഈ അമ്പലം അറിയപ്പെടാൻ തുടങ്ങി. ക്ഷേത്രം കണ്ടിറങ്ങിയപ്പോഴേക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് പുറത്ത് തന്നെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. ക്ഷേത്രത്തിന് പുറത്തായിട്ട് പാർക്കിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ തഞ്ചാവൂർ പാവകൾ വെക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. രാവിലെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ റോഡ് സൈഡിലെല്ലാം ഈ പാവകളുടെ ഷോപ്പൊക്കെ കാണും. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം സംസാരിച്ച് ബാർഗെയിനൊക്കെ ചെയ്ത് ഞങ്ങൾ വാങ്ങി 2 പാവകൾ. ഈ പാവകളെ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ ആ ചേട്ടനോട് ചോദിച്ചിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ അങ്ങോട്ട് എൻട്രി അലൗഡ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. കുറച്ചു നേരം അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ച് നിന്നപ്പോഴാണ് രാവിലെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ, ഒരു കാപ്പി കുടിച്ചു പോകുന്നു എന്നാ ചേട്ടൻ ചോദിച്ചത്. ഞങ്ങൾക്ക് നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പാവകളും വാങ്ങി കോഫിയും കുടിച്ച് ഞങ്ങൾ റൂമിലേക്ക് വിട്ടു. ടൗണിനടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ റൂം എടുത്തത്. റൂം ചെക്കൗട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ ഉണ്ടാക്കുന്നത് കാണാനും തഞ്ചാവൂർ പാലസ് കാണാനൊക്കെയാണ് നമ്മൾ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം ആർഗി സ്റ്റോറീസ്.